സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്നത് ഒരുതരം സ്ക്വാഷാണ്. സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മത്തങ്ങ. അപ്പം ഇതിന് പാറ്റി പാൻ സ്ക്വാഷ്, അങ്ങനെ സ്കാലപ്പ് സ്ക്വാഷ് എന്നൊക്കെ പേരുണ്ട്. സ്കാലപ്പ് എന്നുള്ള പേര് പറയുമെങ്കിൽ സ്കാലപ്പ് എന്ന് പറഞ്ഞ ഒരു സീ ഫുഡ് ഉണ്ട്, അതിൻ്റെ ഷേപ്പായിട്ട് സിമിലാരിറ്റി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇത് നേറ്റീവ് ടു നോർത്ത് അമേരിക്ക ആണ്. പിന്നെ ഒരു എയർലൂം വെറൈറ്റിയാണ്. പിന്നെ ഈ നേറ്റീവ് അമേരിക്കൻസ് 8,000-10,000 വർഷങ്ങളായിട്ട് കൃഷി ചെയ്യണമെന്നൊക്കെ പറയണത്. അപ്പോൾ ഇപ്പം അവരുടെ ഇടയിലാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെ ഫാർമേഴ്സ് മാർക്കറ്റ്, സദേൺ സ്റ്റേറ്റ്സിലെ ഫാർമേഴ്സ് മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട് ഈ സമ്മർ സീസണിൽ. അപ്പോൾ ഒരു സമ്മർ സ്ക്വാഷ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അതിനെപ്പറ്റി പറയാനുള്ളത് പറഞ്ഞാൽ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു മൈൽഡ് ബട്ടറി നട്ടി ലൈക്ക് ഫ്ലേവർ, ക്രിസ്പിയർ ടെക്സ്ചർ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റും. ടേസ്റ്റ് ഒരു അക്യുറേറ്റ് സാധനമുള്ളൂ. അപ്പോൾ പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം പിന്നെ കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ഇതിൻ്റെ എല്ലാം തന്നെ എഡിബിളാണ്, തൊലിയൊന്നും കളയണ്ട. പിന്നെ ഇവർ കുക്ക് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സോട്ടയിങ്, ഗ്രില്ലിങ്, ബേക്കിംഗ്, പിന്നെ സമ്മർ സാലഡ്സ്, അതിലൊക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ 4 കാര്യത്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ മത്തങ്ങ അനത്തിപ്പെട്ടായതുകൊണ്ട് കറി വെച്ച് കഴിക്കാൻ പറ്റേണ്ടതാണ് നമ്മളുടെ സ്റ്റൈലിൽ. പിന്നെ നമ്മളിത് മേടിക്കുമ്പോൾ എപ്പോഴും സ്മോൾ ടു മീഡിയം സൈസിൽ മേടിക്കണം. ഭയങ്കര വലുതാണെങ്കിൽ ഭയങ്കര വലുതാവില്ല, എന്നാലും ഇതിൻ്റെ ഡബിളൊക്കെ ആവും ഇപ്പോൾ കാണുന്ന സൈസിൻ്റെ. അത് ചിലപ്പോൾ ഇത്തിരി മരം പോലെ ഇരിക്കും. അപ്പോൾ സ്മോൾ ടു മീഡിയം സൈസാണ് മേടിക്കേണ്ടത്. പിന്നെ ന്യൂട്രിയൻ പ്രൊഫൈൽ പറയുകയാണെങ്കിൽ വിറ്റാമിൻ എ, സി, അതിൻ്റെയൊക്കെ ഗുഡ് സോഴ്സാണ്. പിന്നെ ഡയറ്ററി ഫൈബർ ഉണ്ട്. പിന്നെ ലോ ഇൻ സോഡിയം, ഹൈ ഇൻ പൊട്ടാഷ്യം, അതൊക്കെയാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഗുഡ് സോഴ്സ് ഓഫ് ലുട്ടൈൻ ആൻഡ് സിയാസാന്തൻ, അതിൻ്റെ രണ്ടിൻ്റെയും ഗുഡ് സോഴ്സാണ്. അപ്പോൾ അത് മാക്കുലർ ഡീജനറേഷൻ അതിനൊക്കെ സഹായിക്കും. പിന്നെ ബ്ലൂ ലൈറ്റ് ഫിൽറ്ററായിട്ടും ഈ 2 കമ്പോണൻസ് ആക്റ്റീവ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ പിന്നെ എല്ലാത്തിനും റെഫറൻസ് ഉണ്ട്, അതൊക്കെ നെറ്റിൽ നോക്കിയാൽ കിട്ടും. ഏതായാലും ഞാനതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പാറ്റി പാൻ സ്ക്വാഷ് അല്ലെങ്കിൽ സ്കാലപ്പ് സ്ക്വാഷ് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകമൊക്കെ ഇതേപോലെ ഇരിക്കണം. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി. അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഇവർ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്പിയാണ്, ചെറിയൊരു നട്ടി ടേസ്റ്റ് ഉണ്ട്. ബട്ടറി ടേസ്റ്റ് അങ്ങനെ അത്രയായിട്ട് കാര്യമില്ല. ക്രിസ്പി നട്ടി ടേസ്റ്റ് ഉണ്ട്. ക്രിസ്പി എന്തായാലും ക്രിസ്പിയാണ്, ചെറിയൊരു നട്ടി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ബട്ടറി ടേസ്റ്റ് എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി ടേസ്റ്റിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ ടേസ്റ്റ് പിന്നെ അക്യുറേറ്റ് ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഓരോ ജനപദത്തിന് ഓരോ ടൈപ്പ് ടേസ്റ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് പാറ്റി പാൻ സ്ക്വാഷിനെ പറ്റി പറയാനുള്ളത്. പക്ഷേ ഇത് വേറൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ മത്തങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പൊതുവെ. പക്ഷേ മത്തങ്ങയുടെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഇല്ല അതിന്. ഒരു വേറൊരു ടൈപ്പ് ടേസ്റ്റാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കാണിക്കാം. നമ്മുടെ നാട്ടിലും വെച്ചുപിടിപ്പിക്കേണ്ടതാണ്. ഓൺലൈനായിട്ട് ഇതിൻ്റെ വിത്തുകളൊക്കെ കിട്ടും. പലതരത്തിലും നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെറുക്കനേക്കാളും ടേസ്റ്റ് ഉണ്ട്. എന്തായാലും നമ്മൾ പ്രോപ്പറായിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ ടേസ്റ്റ് ഉണ്ടോ. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഓക്കെ.